നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇത് തിന്മ അത്യന്തികം പെരുകിയിരിക്കുന്നൊരു കാലഘട്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. തിന്മ ഇങ്ങനെ പെരുകി കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഈ കാലഘട്ടത്ത് ദൈവത്തിൽ നിന്നും ദൈവത്തിന് വേണ്ട ചില വ്യക്തികളെ ഭൂമിയിൽ ജനിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ, അവർക്ക് ജന്മന അവർ വ്യത്യസ്തരായിരിക്കും. ഒരു അമാനുഷികമായ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജനനം എന്തിനാണെന്നോ അവരുടെ ലക്ഷ്യം എന്താണെന്നോ അവർ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയുമ്പോഴേക്കും വൈകുന്നു. ഇവരെ തിന്മയുടെ ശക്തികൾക്ക് നന്നായി തിരിച്ചറിയാം. ദൈവത്തിനും അറിയാം ഈ തിന്മയുടെ ശക്തികൾ, അവരെ തെറ്റിക്കുന്ന ആ ശക്തികൾക്കും ഇവരെക്കുറിച്ച് നന്നായി അറിയാം. ദൈവത്തിൻ്റെ ആൾക്കാരായതിനാൽ ഈ ശക്തികൾ സദാ ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ചെറിയ ചെറിയ തെറ്റുകളിൽ പോലും അവരെ അതികഠിനമായി ഈ തിന്മയുടെ ശക്തികൾ അവരെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഇക്കൂട്ടർക്ക് എല്ലാ കാലത്തും ഭയങ്കരമായിട്ടുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളുമായിരിക്കും. കുടുംബത്തിൽ നിന്നും വീട്ടിൽ നിന്നുമെല്ലാം അവരെ ഒറ്റപ്പെടുത്തി കളയുന്ന ചില സന്ദർഭങ്ങൾ വരെ വരും. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കും. അവരുടെ ശരികളൊന്നും അവരുടെ അനുഭവങ്ങളൊന്നും മറ്റുള്ളവർക്കാർക്കും മനസ്സിലാകുകയില്ല. അവരൊന്നും വിശ്വസിക്കുകയുമില്ല. ഇക്കൂട്ടർ ശരിക്കും ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, അവരെ അയച്ച, അല്ലെങ്കിൽ ആ ദൈവം എന്തിനാണ് അവരെ അയച്ച എന്ന ആ നിയോഗം അവർക്ക് തിരിച്ചറിയുകയും കണ്ടെത്തുകയും ചെയ്യണം. അവർ അതിസൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും മുന്നോട്ട് ജീവിക്കുകയും ചെയ്യണം. കാരണം മറ്റുള്ള വ്യക്തികൾ, സാധാരണ ഇരിക്കുന്ന ഭൂമിയിലെ മനുഷ്യർ എത്ര തന്നെ തെറ്റ് ചെയ്താലും അവരെ എന്നും ഈ നെഗറ്റീവ് ശക്തികൾ അതികഠിനമായി പീഡിപ്പിക്കില്ല. കാരണം അവരുടെ ആത്മാക്കളെയൊക്കെ ചിലപ്പോൾ ഈ നെഗറ്റീവ് ശക്തികൾക്ക് കിട്ടിയെന്ന് വരാം. എന്നാൽ ദൈവത്തിൽ നിന്ന് വരുന്ന ഈ ദൈവത്തിന് വേണ്ട ചില വ്യക്തികൾ അവരുടെ മരണശേഷവും അവരുടെ ആത്മാവ് തിരിച്ച് ദൈവത്തിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു. അത് നെഗറ്റീവ് ശക്തികൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ഈ ശക്തികൾ ഒരു കാലത്തും ഇവർക്ക് ഒരു സ്വൈര്യവും കൊടുക്കില്ല. ഇവർക്ക് വേണ്ട രക്ഷയും ഇവരുടെ ഉയർച്ചയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷേ ദൈവം എന്തിനവരയച്ചെന്നോ ആ ദൈവത്തെ തിരിച്ചറിയാതെയും അവർ മുന്നോട്ട് പോകുന്ന കാലത്തോളം ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഒരു ഉയർച്ചകളോ ഇവർക്ക് ലഭ്യമാകാൻ പറ്റുന്നതുമില്ല. ഇക്കൂട്ടർ എത്രയും പെട്ടെന്ന് അവരുടെ ആ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് അവരുടെ ലക്ഷ്യം മനസ്സിലാക്കി, ദൈവം എന്ത് ജോലി അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് ഭൂമിയിൽ ജനിപ്പിച്ചതെന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ജീവിതം സന്തോഷകരമാവുകയും അവർക്ക് ഈ ഭൂമിയിൽ ഒരു ഉയർച്ച വരികയും ചെയ്യും. ഈ കൂട്ടരെ വെച്ച് ദൈവം നാളെ ഒരു നല്ലൊരു കാലഘട്ടം ഭൂമിയിൽ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ.